MLA ഇത് ഏതെങ്കിലും കൂടുതൽ അധികമായ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇല്ല, കൂടുതൽ വിവരങ്ങൾ നമുക്കില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇപ്പോൾ ഈ ഇരുട്ടാണ്, ഈ മഴയാണ്, അതുപോലെ തന്നെ ഇത്രയും പ്രതികൂല സാഹചര്യമാണ്. ഇപ്പോൾ സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നാട്ടുകാർ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. കാരണം ഈ പുഴയുടെ ഓരോ ഭാഗത്തിന്റെയും ഒരു കിടപ്പും അതിന്റെ ഒഴുക്കിന്റെ സ്വഭാവവും ആഴത്തെയൊക്കെ സംബന്ധിച്ച് ഇവിടെ പ്രദേശവാസികൾക്കാണ് കൂടുതൽ അതിനെ സംബന്ധിച്ചൊരു ഐഡിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇതിനകത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്, തെരച്ചിൽ നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് വിവരങ്ങളില്ല. വഞ്ചികളൊക്കെ താഴെ കാണുന്നത് ഈ നാട്ടുകാരുടേതാണോ? ഇവിടെ തന്നെയുള്ള വഞ്ചികളാണ്, ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ആ കാര്യങ്ങൾ ആ തെരച്ചിൽ നടത്തുന്നതിനകത്തുമൊക്കെ കൂടുതലായിട്ടുള്ളത് അവർ തന്നെയാണ്. ഈ പോലീസിനും ഫയർഫോഴ്സിനും ഒപ്പം ഇപ്പോൾ സ്കൂബ ടീം കൂടെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പോലീസിന്റെ സാന്നിധ്യം, പോലീസ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്. പക്ഷേ രാത്രിയിൽ തെരച്ചിൽ നടത്തുന്നതിനുള്ള പരിമിതികൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. സ്കൂബ ടീം കൂടുതലായിട്ട് അതിനകത്ത് നമുക്ക് ഒരു തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുവാനായിട്ട് ഉപകരിക്കുമെന്നാണ് കരുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ സംവിധാനങ്ങൾ, നമുക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ തെരച്ചിൽ നടത്താനായിട്ട് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എത്രയും വേഗം നമുക്കിവിടെ ലഭ്യമാവണം. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യമായൊരു വ്യക്തതയില്ല. കാരണം പല മൊഴി മാറ്റി പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ മൂഴിക്കുളം ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാലം കടന്നു പോയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയാണോ ഇപ്പോൾ പോലീസിനുള്ളത്? എന്താണ് അത് സംബന്ധിച്ച് അവർ പറയുന്നത്? അല്ല, നമ്മൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്കിപ്പോൾ തെരച്ചിൽ നമുക്ക് നടത്തിയേ തീരുള്ളൂ. കാരണം അതിനെ ഗൌരവത്തിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ തെരച്ചിൽ നടത്തുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് ആ കുട്ടിയെ നമുക്ക് എത്രയും വേഗം നമുക്ക് സുരക്ഷിതയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് തന്നെയാണ് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷെ നമുക്ക് യാതൊരു തരത്തിലുള്ള നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല. നമ്മൾ സാധ്യമായിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പരിശോധന, അതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് സമീപ പ്രദേശങ്ങളിലുമൊക്കെ, കാരണം ഇത് എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ കുട്ടി ഇതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും സുരക്ഷിതയായിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോഴും നമ്മൾ ഒട്ടും ഒരു സാധ്യത ബാക്കി വെക്കാതെ പരിശോധന കൃത്യമായി നടത്തുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കുട്ടി നമ്മൾ ഇവിടെ സമീപത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. പക്ഷേ നമ്മൾ തെരച്ചിൽ ഈ സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുക. കാരണം നമ്മൾ ഒരു തരത്തിലുള്ള നമുക്ക് പഴുതടച്ച് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഈ പുഴയുടെ ഇപ്പം MLAക്ക് MLAയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ഇവിടെ കൃത്യമായി അറിയുന്നതാണല്ലോ. ഈ പുഴയുടെ ഒരു സ്വഭാവം എങ്ങനെയാ? അല്ല, പുഴയിൽ ഇവിടെ അത്യാവശ്യം നല്ല ആഴമുള്ള പ്രദേശങ്ങളുണ്ട്. ചില ഭാഗങ്ങളിൽ മണ്ണടിഞ്ഞ് ആഴം കുറഞ്ഞുള്ള പ്രദേശങ്ങളുണ്ട്. അത്യാവശ്യം ഒഴുക്കൊക്കെയുള്ള പ്രദേശമാണ്. പക്ഷേ കണക്കടവില് ഷട്ടർ തുറക്കുന്ന സമയത്ത് പുഴയ്ക്ക് ഒഴുക്ക് കൂടുതലുണ്ടാവും. ഇപ്പോൾ ഷട്ടർ അടഞ്ഞു കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് താരതമ്യേന ഒഴുക്ക് കുറവായിരിക്കും. പിന്നെ ഇവിടെ പ്രദേശവാസികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പുഴയുടെ കിടപ്പിനെക്കുറിച്ച് സംബന്ധിച്ചും പുഴയുടെ സ്വഭാവത്തെ, ഒഴുക്കിനെയൊക്കെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള വിവരമുണ്ട്. ആ ആളുകളാണ് നമുക്ക് ഈ തെരച്ചിലിന് കൂടുതലായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം കൂടി, ഏതെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അതായത് ഈ പരിസരത്തൊന്നുമല്ല, ഏതെങ്കിലും ഈ അമ്മ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെങ്കിൽ, വലിയ ഒഴുക്കില്ല എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് തന്നെയല്ലേ അപ്പോൾ തെരച്ചിൽ തുടരേണ്ടത്? നമ്മളെ ആശങ്കപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ നമ്മൾ തെരച്ചിൽ ശക്തമായിട്ട് നടത്തുകയാണ്. നമുക്ക് കുട്ടിയെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ്.